ഇന്നത്തെ നമ്മുടെ പരിപാടി കുറച്ച് ചീനിക്കിഴങ്ങ് വിളവെടുപ്പാണേ. ഇതൊരു 3 മാസം മുമ്പ് ആട്ടാം കേട്ടോ. വളരെ വേഗത്തിൽ കിഴങ്ങുണ്ടായി നമുക്ക് പറിക്കാൻ പറ്റുന്ന സാധനം കേട്ടോ ചീനിക്കിഴങ്ങ്. 2 ടൈപ്പ് ഉണ്ട് ഇവിടെ. കുറേ എലി തന്നെ കിഴങ്ങിക്കുന്ന കേട്ടോ. എലി പിന്നെ മുള്ളനൊക്കെ പെട്ടെന്ന് വന്ന് തിന്നുവേ. ഇതധികം മൂപ്പത്തിട്ടില്ല കേട്ടോ. നമുക്ക് പറിക്കാം. ഇവിടെ വലിയ കിഴങ്ങ് വയ്ക്കുന്നുണ്ടോ? നമ്മൾ പറിച്ച് നോക്കാവേ. ഇതുവരെ ഇപ്പം നോക്കി കിഴങ്ങന്ന് മുള വന്നു കേട്ടോ. ഒരുപാട് മൂക്കുന്നതിന് മുമ്പായിട്ട് പറിക്കണേ. ഉണ്ടോ അതിൻ്റെ സൈസ് കിഴങ്ങ്. ഇത്തിരി മൂത്ത് പോയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല കേട്ടോ, കയ്പായി പോകും. തീരെ സമയം നല്ലത് 3 മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് പറിക്കാം. വേറെ ഉണ്ടോ നോക്കാവേ. ഇതിൽ ഒറ്റ പുഴുക്കനുള്ള കിഴങ്ങ് നമുക്ക് പറിക്കാം. നല്ല ഇവിടെയൊക്കെ നിൽപ്പുണ്ടേ. മൂക്കത്ത കിഴങ്ങൊക്കെ നമ്മൾ അങ്ങനെയാണ് വെക്കണം കേട്ടോ. എന്നിട്ട് മൂടി ഇതൊന്നും അധികം മൂപ്പത്തിട്ടില്ല. ഇത് കുറച്ച് മൂത്ത കിഴങ്ങ് കേട്ടോ. പിന്നെ ഇത് നടാനായിട്ട് വള്ളി തന്നെ വേണമെന്നില്ലേ. ഇതിൻ്റെ കിഴങ്ങ് കെട്ടാലേ ഉണ്ടാകും കേട്ടോ. ഈ കിഴങ്ങ് പഠിക്കുന്ന കിഴങ്ങ് കെട്ടാലേ ഉണ്ടാവുമേ. എന്നിട്ട് പിന്നെ അതിൽ നിന്ന് വരുന്ന വള്ളി നമ്മൾ മുറിച്ച് നട്ടാലോ അതിൽ പിന്നെ മണ്ണ് കൂട്ടി കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഇത് പറിച്ചിട്ട് കുറച്ച് ദിവസം കിടന്ന് വാറണം കേട്ടോ പറയുന്നത്. അപ്പോഴും നല്ല മധുരമാണ്. കിഴങ്ങ് വാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മധുരമാകും. അവിടെ ഒരു മുഴുത്ത കിഴങ്ങ് ഉണ്ടേ. അതും മുള വന്നു കേട്ടോ. ഇങ്ങനെ മുള വരാൻ പാടില്ല. മുള വരുന്നതിന് മുമ്പായിട്ട് പറിക്കണം. അതൊന്നും മൂത്തില്ല കേട്ടോ. മണ്ണിട്ട് മൂടിയിട്ടാക്കാം. ഇതൊരു ചെറിയ കിഴങ്ങ്. ഇതുണ്ട് ചീനിക്കിഴങ്ങിൻ്റെ പൂക്കൾ കണ്ടോ നോക്കി. അങ്ങനെ നമുക്കിതാ ഒന്ന് പുഴുങ്ങാനുള്ള കിഴങ്ങായിട്ടുണ്ടേ. ഉണ്ടോ